നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വന്ന ചീത്ത പേര് വേറെ ആർക്കും വരാലോ, അതുകൊണ്ടാ പറഞ്ഞെ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളുടെ തീരുമാനത്തില് മാറ്റമൊന്നുമില്ല ദീപകെ. മറ്റന്നാളത്തെ ചടങ്ങിന് നീ എത്തിയേക്കണം. അത് കൊള്ളാം. ഞാൻ പറഞ്ഞോന്നു നടന്നത് തന്നെ. നിങ്ങൾ രണ്ടാളും പോയി വേറെ വല്ല പണിയുണ്ടോ നോക്ക്. ദിവ്യയുടെ കാര്യത്തില് നിങ്ങളെടുത്ത തീരുമാനമൊക്കെ നല്ലത് തന്നെയാ. എന്നാലും എന്താ അങ്ങളെ, എന്തേലും പ്രശ്നമുണ്ടോ? ഇവിടെ വെച്ച് ദിവ്യക്ക് സീമന്തം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹൃദയമ്മയുടെ എന്തായി പറയണേ? ഒരു പരസഹായത്തിന് ആരോരുമില്ലാത്ത പെൺകുട്ടിയാ ദിവ്യ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തി കൊടുക്കാൻ സാധിക്കുന്നത് എത്ര വലിയ പുണ്യമാണ്. അതെ, പക്ഷേ അംബിക മാഡത്തിനും ദീപക് സാറിനൊന്നും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഇഷ്ടാവില്ല. മാത്രല്ല അവർക്ക് നമ്മളോടുള്ള ശത്രുത കൂടുകയും ചെയ്യും. അതൊക്കെ നമുക്കൊരു പ്രശ്നമാണോടി? അതല്ല, ഈ പറയുന്ന മനസാക്ഷിയില്ലാത്ത അമ്മയ്ക്കും വകതിരിവില്ലാത്ത മകനും നമ്മൾ നല്ലത് ചെയ്താൽ പോലും അവര് നമ്മളെ ശത്രുവായി തന്നെ കാണൂ. അതിലൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതൊക്കെ മുന്നും പിന്നും നോക്കാതെ നടത്തേണ്ട ഒരു ചടങ്ങാണോ സീമന്തം? ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ നല്ല സമയത്തിനും ഉന്നമനത്തിനും ആ കുഞ്ഞിനെ നമ്മുടെ ലോകത്തേക്ക് വരവേൽക്കാനായി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളും ചേർന്ന് നടത്തേണ്ട ഒരു ആചാരമാണ് സീമന്തം. പ്രിയക്ക് നമ്മളെങ്ങനെയാ സീമന്തം നടത്തിയതെന്ന് നീ ഓർക്കണ്ടാ? ഓർക്കുന്നുണ്ട് സാർ. ആദ്യം നമുക്ക് ജ്യോത്സ്യരോട് ചോദിച്ച് നല്ലൊരു ദിവസം കുറിക്കണം. അതിന് കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ പേരും നാളും ജ്യോത്സ്യരോട് പറഞ്ഞു വേണം തീയതി കുറിക്കാൻ. ദിവ്യയുടെ നാള് ഞാൻ വിളിച്ച് ചോദിക്കാം വേണമെങ്കിലേ. കുഞ്ഞിന്റെ അച്ഛൻ ദീപകിന്റെ നാള് ചെറിയച്ചനോട് ചോദിച്ചാ പറഞ്ഞു തരും. ഓക്കെ, താങ്കളെ ഇതാ രണ്ടാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ജോത്സരെ ഞാൻ വിളിച്ചു രാജ. അല്ല ജോത്സരെ, ഞാൻ രാജുവാ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. അച്ഛാ. ഹലോ, ശരി ജോത്സ്യരെ, വളരെ ഉപകാരം. മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. ഇനിയൊന്നും നോക്കാനുമില്ല, ആലോചിക്കാനുമില്ല. നമ്മൾ ദിവ്യയുടെ സീമന്തം ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു. എന്താടി? സന്തോഷം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഈ ചടങ്ങ് നന്നായി നടത്താൻ ചേട്ടാ. സന്തോഷമല്ലേ ഹൃദയ മാഡം? സന്തോഷായെങ്കിലേ.
എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഇതേ ഈ വീട്ടിലെ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച. നിന്റെ ആ തുക്കട ബൈക്ക് എടുത്ത് ഏതെങ്കിലും മൂലയ്ക്ക് മാറ്റി വെക്കടാ. ഇവൻ ഇന്ന് ഞാൻ മാഡം വേണ്ട. ദിവ്യയുടെ സീമന്തവും നടത്തി അവളെ പ്രസവിപ്പിച്ചിട്ട് നീ അടങ്ങും അല്ലേ ഋതികെ? അതെ, അതിന് ദീപകിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ് ഒരിക്കലും ഇല്ല. നിന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും മറ്റാരെക്കാളും എനിക്ക് വിശ്വാസം. ഋതികെ, എന്റെ മുറിയില് എന്റെ ബെഡില് എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങേണ്ടവളായിരുന്നു നീ. ആ നീയാണ് എനിക്കെതിരായി ഒരു വേലക്കാരി നടത്തുന്ന തേർഡ് റേറ്റ് ഡ്രാമയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് നിന്റെ അന്തസ്സിന് ചേർന്ന പണിയാണോ? ഇവനെ ഈ രാജുവിനെ പോലാണോ നീ? നമ്മളിത് റോയൽ ഫാമിലി അല്ലേ? നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് രാജരക്തമല്ലേ? പിന്നെ എന്തിനാ ഋതികെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു വാശി മത്സരമൊക്കെ? നമുക്കിതൊക്കെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. എടാ, ദിവ്യയുടെ വയറ്റിൽ വളരുന്ന ജീവൻ നിന്റെയാണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞിന് നീ കൊടുത്തിരിക്കുന്നതും രാജരക്തമല്ലേ? നീ അതങ്ങ് അംഗീകരിച്ച് ദിവ്യയെ ഭാര്യയായിട്ട് സ്വീകരിക്കേ. എന്നിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കാം. നടന്നത് തന്നെ. ദീപക്കൊന്ന് നിന്നേ. എന്താടാ? മറ്റന്നാള് ദിവ്യയുടെ സീമന്തം എന്റെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുക. നല്ലതാ രാജു. ഒരു ജോലിക്കാരിക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് നിനക്ക് പുണ്യം കിട്ടും. അല്ല, എനിക്കൊരു സംശയം. ദിവ്യക്ക് വേണ്ടി നീ ഒരുപാടങ്ങ് സഹിക്കുന്നത് കാണുമ്പോഴേ ഇനി ആ കുഞ്ഞെങ്ങാനും നിന്റേതാണോ എന്ന്. ദീപക്, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ നീ പറഞ്ഞേ? ഇനി ഒരിക്കൽ കൂടി നീ നിന്റെ ദുഷിച്ച നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞ നിന്റെ നാവ് ഞാൻ അറിയും. ഋതികെ, കൂളാവ്. ഇങ്ങനെ ചൂടാവില്ലേ? അല്ല, ദിവ്യക്ക് സീമന്തൊക്കെ രാജുവിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ അത് പിന്നെ ഒരു സംസാര വിഷയമൊക്കെ ആവില്ലേ? നാട്ടുകാർ പലതും പറഞ്ഞ് അവസാനം പിന്നെ ദിവ്യയുടെ ഗർഭം രാജുവിന്റെ ആണെന്ന് വരെ പറയും. എനിക്ക് വന്ന ചീത്ത പേര് വേറെ ആർക്കും വരാലോ. അതുകൊണ്ടാ പറഞ്ഞ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങളുടെ തീരുമാനത്തില് മാറ്റമൊന്നുമില്ല ദീപകെ. മറ്റന്നാളത്തെ ചടങ്ങിന് നീ എത്തിയേക്കണം. അത് കൊള്ളാം. ഞാൻ പറഞ്ഞോന്നു നടന്നത് തന്നെ. നിങ്ങൾ രണ്ടാളും പോയി വേറെ വല്ല പണിയുണ്ടോ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.